الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. واحد في أسمائه، واحد في صفاته، واحد في ذاته، ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അർഹമുർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ കാലങ്ങളോളം നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതും ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞതുമായ ഒരുപാട് അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശക്തമായ ചൂടിനെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ശക്തമായ ചൂട് സഹിക്കുവാൻ കഴിയാതെ എത്രയോ ആളുകൾ മരണത്തിന് വരെ കീഴടങ്ങിയതായി പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കൂടി വരുന്ന ചൂട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്, മനസ്സിലാക്കുവാനുണ്ട്, ഉൾക്കൊള്ളുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഏറെ സുഖത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ആനന്ദത്തിലുമൊക്കെ ആണെങ്കിലും ഈ ചൂട് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ. ഈ അവസ്ഥയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം തന്നെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു ചിന്തയുണ്ട്. റബ്ബേ, എന്റെ മരണത്തിന് ശേഷം എനിക്ക് അനുഭവിക്കാനിരിക്കുന്ന എന്റെ പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും? എന്റെ ഖബറിലെ ജീവിതം എങ്ങനെയായിരിക്കും? ആ കത്തിയെരിയുന്ന നരകത്തിലെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ കൃത്യമായി നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ചൂടൊന്നും, ഈ പ്രയാസമൊന്നും, ഈ വിയർപ്പ് തുള്ളികളൊന്നും ഒന്നുമല്ലാതെയായി നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 149 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ നമുക്ക് മുകളിൽ ഉള്ളത് എങ്കിൽ പരലോകത്ത് ആ സൂര്യൻ വരുന്നത് നമ്മുടെ തൊട്ടടുത്താണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുദ്ന അശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. സൃഷ്ടികളിൽ നിന്നും ഒരു മൈൽ ദൂരത്ത് എത്തുവോളം സൂര്യൻ അടുത്തേക്ക് വരുന്നതാണ്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് നമ്മൾ വിയർപ്പിൽ മുങ്ങി നിൽക്കും. ചില ആളുകൾ നെരിയാണി വരെ, ചില ആളുകൾ കാൽമുട്ട് വരെ, ചില ആളുകൾ ചെവിയറ്റം വരെ. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായി കൊണ്ട് നാളെ പരലോകത്ത് നമ്മൾ ഇങ്ങനെ വിയർത്തു നിൽക്കുന്ന ഒരു രംഗം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. നമ്മൾ ചിന്തിച്ചു പോകണം. നോക്കുക, നിങ്ങള് ഈഹലോകത്തെ ചൂടൊന്ന് സഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കറണ്ട് ഒന്ന് പോയപ്പോൾ, ഫാനൊന്ന് ഓഫായപ്പോൾ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ AC ഒന്ന് നിലച്ചു പോയപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഈഹലോകത്തെ ചൂട് ഇനി എത്ര നമ്മുടെ മേൽ വന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് പരിമിതികൾ വെച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കി കളയാൻ സാധിക്കും, അല്ലെ? ശക്തമായ ചൂട് വരുമ്പോ ഒന്ന് വിശാലമായി ബാത്റൂം പോയിട്ടൊന്ന് കുടിച്ചാൽ ആ ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ഒരു തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കുറച്ചു നേരം നമ്മളൊന്ന് കിടന്നുറങ്ങിയാൽ ആ തണുപ്പ് ആ ചൂട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി സുന്ദരമായ തണുപ്പിനെ നമുക്ക് ലഭിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ തണുപ്പോ അതുപോലെ തന്നെ ആനന്ദമോ അതുപോലെ തന്നെ ഉല്ലാസമോ ഒന്നുമില്ലാത്ത രംഗമാണ് പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് സത്യനിഷേധികൾക്ക് വേണ്ടി പടച്ച റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പറയുകയാണ്, നരകമെന്നുള്ള ആ വിശാലമായ കേദാരമുണ്ടല്ലോ, ആ നരകമെന്നുള്ള കേദാരമായ വിശാലതയുള്ള ആ ഒരു രംഗങ്ങളിലൂടെ സത്യനിഷേധികൾക്ക് അഭയമായിട്ട് ഒന്നുമില്ല. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പടച്ചറബ് വിശദീകരിക്കുകയാണ്, ഇടത് ഭാഗക്കാരാകട്ടെ. റബ്ബ് ചോദിക്കുന്നു, എന്താണ് ആ ഇടത് ഭാഗക്കാരെന്ന് പറഞ്ഞാൽ, ഉഷ്ണക്കാറ്റിലും ചുട്ടു തിളക്കുന്ന വെള്ളച്ചിലും അവരുണ്ടായിരിക്കുന്നതാണ്. ഇരുണ്ട നിറഞ്ഞ കഠിനമായ പുകയുള്ള തണലിലും അവരുണ്ടായിരിക്കും. അവർക്കവിടെ ആശ്വാസമില്ല, അവർക്കവിടെ സന്തോഷമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നരകത്തിന്റെ ഭയാനകമായി കൊണ്ടുള്ള അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടൊന്നും യഥാർത്ഥത്തിൽ ഒരു ചൂടല്ലാതായിട്ട് നമുക്ക് വരും. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ? എന്നാൽ സ്വർഗത്തിലെ അവസ്ഥ എന്തെന്നറിയുമോ? ആ സ്വർഗം കാണുമ്പോൾ തന്നെ സത്യവിശ്വാസികൾക്ക് കൊതിയല്ലേ? പടച്ച റബ്ബ് സ്വർഗക്കാരോട് ചോദിച്ചു പോകുന്നില്ലേ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും? പ്രിയപ്പെട്ടവരെ, അവരുടെ അവസ്ഥ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിലൂടെ വിശദീകരിച്ചു തരികയാണ്. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. അതിലെ സോഫകളിൽ അവരിങ്ങനെ ചാരിയിരുന്ന് സുഖിക്കുന്നതായിരിക്കും സ്വർഗത്തിലെ. അല്ലെ, നമ്മൾ എന്തൊരു പേര് കേൾക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ സാധനങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സാമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല. ഒരാളുടെ ഹൃദയം പോലും ഇതുവരെ ചിന്തിച്ച് എത്തിയിട്ടില്ല. ഒരു കണ്ണും ഇതുവരെ പ്രിയപ്പെട്ടവരെ അത് കണ്ടിട്ടില്ല. ആ സ്വർഗത്തിലെ സോഫകളിലെ അസത്യവിശ്വാസികളായിട്ടുള്ള ആളുകള് പ്രിയപ്പെട്ടവരെ അവിടെ ഇരുന്ന് ഇങ്ങനെ സുഖിക്കും. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. വെയിലാകട്ടെ കടും തണുപ്പാകട്ടെ അതിലവർ കാണുകയില്ല. ഏറ്റവും നല്ല സുന്ദരമായ സൗഖ്യമായ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും വിശ്വാസികളായ നമ്മള് ദുനിയാവിൽ ഏത് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും, ദുനിയാവിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിന്നെ പിടികൂടുമ്പോഴും നിന്റെ ദുനിയാവിലെ മുമ്പോട്ടുള്ള ഗമനത്തെ കുറിച്ചല്ല നീ ആലോചിക്കേണ്ടത്. വരാനിരിക്കുന്ന നിന്റെ അവസ്ഥകളെ കുറിച്ചിട്ടല്ല നീ ആലോചിക്കേണ്ടത്.
ആലോചിക്കേണ്ടത്. മറിച്ച് നിനക്ക് നീ മാത്രം തുണയാകുന്ന, ഒരാൾക്കും ഒരാൾ പോലും സഹായത്തിന് വരാത്ത, ഒരാളുടെ അധികാരമോ പണമോ സ്വാധീനമോ അവന്റെ സമ്പത്തോ അവർക്ക് തുണയായി വരാത്ത ആ പരലോകത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമുക്ക് സമാധാനം ലഭിക്കും. ഓക്കെ, നിങ്ങള് പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചു. ഇനി സ്വർഗത്തിലെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? എവിടെ നോക്കിയാലും സമാധാനമാണ്. കാണുന്ന എല്ലാ മേഖലകളിലും തണലിലായിരിക്കും സത്യവിശ്വാസികള്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി ലശജറ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു മരമുണ്ട്. എന്താ മരത്തിന്റെ പ്രത്യേകത? യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ, ഒരു യാത്രക്കാരൻ 100 വർഷം സഞ്ചരിച്ചാലും അതിന്റെ തണൽ അവൻക്ക് മുറിച്ചു കടക്കാനാകില്ല. അത്രത്തോളം വിശാലമായ തണൽ ലഭിക്കുന്ന ഒരു മരമുണ്ട് സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ഒരു ചൂട് നമുക്ക് എത്ര പ്രയാസമാണ് ഉണ്ടാവുക. അപ്പൊ ആ പ്രയാസം നമ്മൾ സ്വർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ നമുക്ക് വരും, അല്ലേ? ഇപ്പോ നമ്മുടെയൊക്കെ നാടുകളില് ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി കൊണ്ട് കറന്റ് പോലും ലഭിക്കുന്നില്ല. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളൊക്കെ കിടന്നുറങ്ങുന്നതിന്റെ ഇടയിൽ 12 മണിക്കും 1 മണിക്കും പുലർച്ചൊക്കെ ഇത് പോവുകയാണ്, കറന്റ് പോവുകയാണ്, അല്ലെ? എന്നിട്ട് ആളുകള് പ്രയാസത്തിലായി പെടുകയാണ്. ചെറിയ ചെറിയ കുട്ടികള്, വൃദ്ധരായ രോഗികള്, അല്ലെ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എത്ര വലിയ പരീക്ഷണങ്ങളുണ്ട് എങ്കിലും പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. നമുക്കത് തോന്നണം. അപ്പോഴേ നമ്മുടെ ഈമാൻ അത് ശക്തമാവുകയുള്ളൂ. വിശ്വാസികളെ, ഈ ദുനിയാവിലെ ഈ ചൂട് കൂടുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണെന്നറിയോ? നരകത്തിൽ നിന്നുള്ള ചൂടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ രക്ഷ ചോദിക്കണം. നമ്മുടെ കയ്യിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ അല്പം ഒരു ചൂട് തട്ടിയാൽ പ്രിയപ്പെട്ടവരെ എത്ര പ്രയാസം നമുക്കുണ്ടാകും. സഹോദരിമാരെ, എത്ര ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. എത്ര ആളുകളോട് നമ്മളത് പറയും, അല്ലെ? എത്ര ആളുകളോട് നമ്മളത് പറഞ്ഞു നടക്കും. ഇതൊക്കെ നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ. ആ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നമ്മള് 69 ഇരട്ടി 70 ഇരട്ടി വരെയുള്ള ആ നരകത്തിന്റെ ഭീകരമായ ചൂടിനെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കാൻ കഴിയുക, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മളെ പറഞ്ഞയച്ചു പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ. നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? കലങ്ങിക്കരഞ്ഞ കണ്ണുമായി റബ്ബിലേക്ക് നീ മടങ്ങിക്കോ, അല്ലേ? പക്ഷെ നമുക്കതിന് സമയമുണ്ടോ? നമ്മൾ ചൂടിന്റെ പേര് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളാണ് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയത്? കഠിനമായ ചൂട് എന്ന പേരും പറഞ്ഞ് നമ്മൾ എത്ര ഇബാദത്തുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒഴിവാക്കിയത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളമായി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ, നീ ദുനിയാവിൽ നല്ലത് തരണേ അല്ലാഹ്, പരലോകത്തിലും നല്ലത് തരണേ അല്ലാഹ്, കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ അല്ലാഹ്. ഈ പ്രാർത്ഥന വിശ്വാസികളെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രാർത്ഥന അർത്ഥമറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുക. നോക്കൂ, നിങ്ങൾ ദുനിയാവിലെ കാര്യങ്ങൾ ചോദിച്ചു, ആഖിറത്തിലെ കാര്യങ്ങൾ ചോദിച്ചു, കഠിനമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് ചോദിച്ചു. ഈ അർത്ഥവിശാലതയുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഈ ചൂട് നിറഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബികളിൽ നിന്നും നമുക്ക് മാതൃകയായിട്ടുള്ള സ്വഹാബത്ത് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, സമൂഹം വിസ്മരിക്കുന്ന ഒരു സുന്നത്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്തെന്നറിയോ? അത്യുഷ്ണമുള്ള ചൂടുള്ള സുന്നത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത്.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള പല വ്യക്തികളും ഇത്രയേറെ ചൂട് നിറഞ്ഞ ദിവസത്തിൽ പ്രത്യേകമായ നോമ്പ് അവരെടുക്കാറുണ്ടായിരുന്നു. നോമഉൽ ജവാഹിർ എന്നാണ് ആ നോമ്പിനെ പ്രത്യേകമായി കൊണ്ട് പറയുക. പ്രിയപ്പെട്ടവരെ, മരണാസന്ന നേരത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൻ അബ്ദുള്ളയെ വിളിച്ചു നൽകിയ ഒരു ഉപദേശം, അസ്വിയാമു ഫീ ശിദ്ദത്തിൽ ഹർരി ഫീ സ്വൈഫ്. ഉഷ്ണകാലത്തെ അത്യുഷ്ണമായി നിൽക്കുന്ന ദിനത്തിൽ മോനെ നീ നോമ്പെടുക്കണം കേട്ടോ. നീ നോമ്പെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നീ മടങ്ങണം കേട്ടോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നറിയോ, ഈ ഒരു സന്ദർഭത്തിൽ വേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മള്, എത്ര കുടിച്ചാലും വിയർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മള്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. ഈ ഒരു സന്ദർഭത്തിൽ പോലും AC ഒന്ന് ഓഫായപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാറുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും? ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചൂട് ശക്തമായ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്ന ആളുകൾക്ക് വെള്ളം നൽകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഖുതുബയിൽ മഴ ലഭിക്കുന്നതും വെള്ളം ലഭിക്കുന്നതുമായ വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചപ്പോ നമ്മൾ ഒരുപാട് വിശാലമായി പറഞ്ഞ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മികച്ച ദാനധർമ്മമായിട്ടാണ് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ പഠിപ്പിച്ചത്. ഏത് വിഷയം? ദാഹിച്ച് വലയുന്ന നേരത്ത് ഒരല്പം വെള്ളം കൊടുക്കുക. ആ ഒരു പ്രകൃതം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാനും എന്റെ കുടുംബവും, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ മാതാപിതാക്കളും സുരക്ഷിതമാണോ? അത് മതി. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഇടപെടാൻ കഴിയില്ല, അതൊക്കെ പ്രശ്നങ്ങളാകുമെന്ന് കരുതി സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. സാമൂഹ്യ ബാധ്യതകളെ നമ്മൾ വിശദീകരിച്ചപ്പോൾ പഠിപ്പിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു സ്വദഖതി അഫ്ളൽ, പ്രവാചകരെ ഏറ്റവും ഉത്തമമായ ദാനധർമ്മം ഏതാണ്? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖാല സഖയുൽ മാഇ, വെള്ളം കുടിപ്പിക്കലാകുന്നു. പ്രിയപ്പെട്ടവരെ, ചൂടുള്ള സന്ദർഭങ്ങളിലൂടെ, ഈ ചൂട് ശക്തമായി കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൂടെ, നമ്മുടെ വീടിന്റെ ഓരങ്ങളിലൂടെ നടന്നു പോകുന്ന ആളുകള്, നമ്മുടെ വീട്ടിലേക്ക് അതിഥികളായി വരുന്ന ആളുകള്, നിലാരംഭരായിട്ടുള്ള ആളുകള്, അവർക്കൊക്കെ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തെ നമ്മൾ കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ദാനധർമ്മമായിട്ടാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എത്രത്തോളം അറിയോ? നായക്ക് വെള്ളം നൽകിയതിനാൽ പാപങ്ങളെല്ലാം പുറത്തു കളഞ്ഞു പോയിട്ടുള്ള ഒരു വ്യഭിചാരിണിയുടെ സംഭവം പോലും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു നായക്ക് വെള്ളം കൊടുത്ത കാരണം ആ വ്യഭിചാരിണിയുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത്രയേറെ നന്മകള് ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം. പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സന്ദർഭമാണ്, അല്ലേ? പരസ്പരം കൊണ്ടും കൊടുത്തും വിശ്വാസികൾ അവരുടെ സ്നേഹബന്ധത്തെ രൂഢമൂലമാക്കേണ്ടുന്ന ദിനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ? പോരാ, നമ്മുടെ കൂടെയുള്ള ജീവജാലങ്ങൾക്കും നമ്മൾ വെള്ളം കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ വീടിന്റെ മുമ്പുറത്ത് ഒരല്പം ഒരു വെള്ളം നമ്മൾ കെട്ടിവെച്ചാൽ പറവകൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും എല്ലാം അതിൽ നിന്ന് കുടിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവരാ ദാഹം മാറ്റിയാൽ അതിന്റെ പ്രതിഫലം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് തരികയാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞവരാണ്, കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. എന്നിട്ട് എന്തേ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ സാധ്യമാകാത്തത്? എന്തേ പ്രിയപ്പെട്ടവരെ അതിനോടൊരു വിമുഖത നമുക്ക് വരുന്നത്? എന്താണെന്നറിയോ? പരലോകത്തെ കുറിച്ച് ഓർമ്മയില്ല, ഖബറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, വരാനിരിക്കുന്ന മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത്
ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ കഴിയാത്ത ലോകമാണ്. അല്ലെ, നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പില് നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയാ, അടങ്ങി ഒതുങ്ങി നല്ല ആളുകളായിട്ട് ഇങ്ങനെ നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. അല്ലെ, നമ്മുടെ മുൻഗാമികളെ ഏറെ പേടിച്ച അവസ്ഥകളായിരുന്നു അത്. മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം രാത്രിയാകുമ്പോ കരയാണ്. പ്രിയപ്പെട്ടവരെ, ധാരധാരയായിക്കൊണ്ട് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് കരയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മറുപടി ഒന്നും കിട്ടുന്നില്ല, മറുപടി ഒന്നും ലഭിക്കുന്നില്ല. പക്ഷെ ആ പ്രിയതമക്കറിയാം, എന്റെ പ്രിയപ്പെട്ടവൻ ഒരിക്കലും ഈ ദുനിയാവിന്റെ വിഷയത്തിന് വേണ്ടി കരയുകയില്ല. അവസാനമായിട്ട് അദ്ദേഹം മറുപടി കൊടുത്തു, നാളെ പരലോകത്ത് ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രംഗം ഞാൻ ആലോചിച്ചു പോയി. പരലോകത്ത് ആളുകൾ ഇങ്ങനെ അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ രംഗം ഞാൻ ആലോചിച്ചു പോയി. എങ്ങനെയാണ് ആ രംഗം? ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. ഒരു കൂട്ടം സ്വർഗ്ഗത്തിലേക്കുള്ള ആളുകളാണ്, മറ്റൊരു കൂട്ടം നരകത്തിലേക്കുള്ള ആളുകളാണ്. ഇതിലേത് കൂട്ടത്തിലാണ് ഞാൻ പെടുക എന്ന് എനിക്കറിയില്ല. ആ ഒരു പേടി എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. അതാണ് ഞാൻ ഉറങ്ങാത്തതെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ജീവിതത്തിൽ ഇതുവരെ? ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ പോയി കിടക്കേണ്ടുന്ന ഖബർ ജീവിതം എങ്ങനെയാവും പഠിച്ചോനെ? എന്റെ മരണം എവിടെ വെച്ചാകും? നാളെ പരലോകത്തിന്റെ അവസ്ഥ എന്താകും? അല്ലേ, നമ്മളൊക്കെ ജീവിതത്തിലുള്ള സമാധാനം എന്താ? ഒരു ജുമാ കഴിഞ്ഞപ്പോ നമ്മളൊക്കെ തീരുമാനിച്ചു, ഞാൻ സ്വർഗത്തിലാണ്, എനിക്ക് കൂടുതൽ പണി കൊടുക്കണ്ട. മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല പ്രിയപ്പെട്ടവരെ. മത്സരിക്കുകയായിരുന്നവർ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കൃത്യമായി കൊണ്ടുള്ള ഒരു ചിന്ത കടന്നു വരേണ്ടതുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് മനുഷ്യർ നിൽക്കുന്ന ആ ഒരു രംഗം പറയുന്ന സന്ദർഭങ്ങളിലൂടെ പൂർണ്ണമായ നഗ്നരായിക്കൊണ്ട് നിൽക്കുന്ന രംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, റസൂലേ, അപ്പൊ ജനങ്ങൾ അങ്ങോട്ടും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂല റസൂലേ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ആയിഷ, അന്നത്തെ ദിവസം അങ്ങനെ ഒരു ചിന്തയില്ല മനുഷ്യർക്ക്. എന്റെ കാര്യം എന്താകും എന്നുള്ള വല്ലാത്ത ഒരു നെടുവീർപ്പിലായിരിക്കും എല്ലാവരും. നോക്കൂ നിങ്ങൾ. അപ്പോ നമുക്കൊക്കെ സന്തോഷിക്കുവാൻ നമുക്ക് എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഈ ഒരു ശക്തമായ കഠിനമായ ചൂടുണ്ടല്ലോ, ആ ചൂടൊന്നും യഥാർത്ഥത്തിൽ ഒരു ചൂടല്ല. യഥാർത്ഥമായ പരീക്ഷണങ്ങൾ, യഥാർത്ഥമായ വിയർപ്പുകൾ, യഥാർത്ഥമായ പരീക്ഷണത്തിന്റെ രാവുകൾ പ്രിയപ്പെട്ടവരെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് വരാനുണ്ട് എന്ന ചിന്തയോടുകൂടി അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് നല്ല ആബിദീങ്ങളായി ജീവിക്കുവാൻ സദാ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചൂടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ഈ ദുനിയാവിലെ ചൂട് ഇങ്ങനെയാണെങ്കിൽ
നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിന്റെ വിശാലത ഉൾക്കൊള്ളുന്ന, സത്യനിഷേധികൾക്ക് വേണ്ടി പടച്ച റബ്ബ് ഒരുക്കി വെച്ച ആ നരകത്തിന്റെ ചൂട് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ കാവൽക്കാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് മലായികത്തുൻ ഇലാലുൻ ഷിദാദുൻ, കഠിന ഹൃദയരായി കൊണ്ടുള്ള മലക്കുകളാണ്. മനസ്സിൽ ഒരു അലിവോ ഒരു സ്നേഹമോ ഒരു അനുകമ്പയോ ആ മലക്കുകൾക്ക് നമ്മളോട് തോന്നൂല. പ്രിയപ്പെട്ടവരെ, ഓക്കെ, നിങ്ങൾ ഈ ദുനിയാവിലെ ഒരാൾക്ക് നമ്മൾ എത്ര പ്രയാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷത്തിൽ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങറായി കഴിയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു പക്ഷേ ആ നമ്മൾ പ്രയാസപ്പെടുത്തിയ വ്യക്തി തന്നെ അവൻ നമ്മെ സഹായിച്ചു എന്നതൊരു ഒരു മാനുഷിക പരിഗണനമുണ്ട്. എന്നാൽ നാളെ പരലോകത്ത് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ യാതൊരു ദാക്ഷിണ്യവും നമ്മളോട് കാണിക്കുന്നില്ല. അവർ ചോദിക്കുന്നുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ അവരെ കളവാക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ആ നരകത്തിന്റെ ഭയാനകതയിൽ ഇങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വേദന അനുഭവിച്ചുകൊണ്ട് സത്യനിഷേധികൾ ഇങ്ങനെ കിടക്കുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനോട് അവര് പറയുകയാണ്, മാലിക്കേ, നിന്റെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് ഇല്ലാതാക്കി കളയാൻ പറയുമോ? ഞങ്ങളൊന്നും കൂടി ഇല്ലാതാക്കി കളയാൻ പറയുമോ? കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല മാലിക്കേ, നിന്റെ റബ്ബിനോട് ഞങ്ങളുടെ കഥ ഒന്ന് കഴിച്ചു കളയാൻ നീ പറ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, മാലിക് എന്ന മലക്ക് പറയുന്ന അവസ്ഥയുണ്ട്. ഇത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾ ഇത് അനുഭവിച്ചു കൊള്ളുക. ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ലോകം പരലോകം ആ കത്തിയെരിയുന്ന നരകത്തിന്റെ വിറകുകളാക്കി പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതവന്റെ ഏറ്റവും വലിയ നിന്യതയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും ഈ ശക്തമായ ചൂട് നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയാതെയാകുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോ നമ്മൾ ഈ ചൂടിനെ നമ്മൾ പഴിച്ചുകൊണ്ട് സംസാരിക്കും. എന്തൊരു ശക്തമായ കഠിനമായ എടങ്ങറായ ഒരു ചൂടാണിത്, നാശം പിടിച്ച ചൂടാണിത്, ഇത് ഇവിടെ തന്നെ വന്ന് പെട്ടല്ലോ. ഈ രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും കടന്നു വരാൻ പാടുള്ളതല്ല. കാരണം ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിന്റെ അഫ്ആലുകളിൽ പെട്ടതാണ് ഈ അന്തരീക്ഷത്തിൽ ചൂട് വെക്കുക, തണുപ്പ് വെക്കുക, ചൂടും തണുപ്പിനെയും കൊണ്ടുവരിക എന്നൊക്കെ റബ്ബിന്റെ അഫ്ആലുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കാലത്തെ പഴിക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്, ശപിക്കരുത്. ഫഇന്നല്ലാഹ ഹുവദ് ദഹർ, നിശ്ചയം അല്ലാഹു തന്നെയാകുന്നു കാലം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന എല്ലാ വ്യവസ്ഥകളും അത് റബ്ബിന്റെ തീരുമാനമായി കൊണ്ടാണ്. നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം, പഠിച്ചോനെ ആ ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമേ, കഠിനമായ ചൂടിനെ റബ്ബേ ഒന്ന് കുറച്ച് ഞങ്ങൾക്ക് സമാധാനപൂർണമുള്ളതാക്കി മാറ്റണമേ എന്നൊക്കെ നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞ ആ പ്രയോഗങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശക്തമായ ചൂടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമ്പത്തിനെ നമ്മൾ വിനിയോഗിക്കേണ്ടതുമായ മേഖലയാണ് അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിക്കുന്ന വിഷയത്തിൽ എന്നുള്ളത്. ഒരു ഖുതുബ തന്നെ നമ്മൾ ഈ മുൻപിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പള്ളികളും എല്ലാ സ്ഥാപനങ്ങളും
അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പള്ളിയും അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മെ പോലെയുള്ള ഓരോ വ്യക്തികള് നൽകുന്ന നല്ല നല്ല സ്വതക്കകൾ കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വതക്കകൾ കൊണ്ട് ഈ സ്ഥാപനം ഇവിടെ വളർന്നു വരുമ്പോ, ഇവിടെ ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അത് പഠിച്ച് പുറത്തിറങ്ങുമ്പോ, അവരത് പാരായണം ചെയ്യുമ്പോ അതിന്റെ ഒരു നന്മ നമ്മുടെ ഖബറിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരികയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ പോക്കറ്റിനെ കാര്യമായി ബാധിക്കുന്ന രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നല്ലൊരു സംഖ്യ നൽകി നിങ്ങളുടെ സാമ്പത്തിക സഹായം പൂർണ്ണമായും ഇതിലേക്ക് കൊടുക്കണം എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഉണർത്തുകയാണ്. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലെ എത്രത്തോളം നമുക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നമ്മുടെ ഭാര്യ വിളിച്ചു പറയാണ്, നമ്മുടെ മാതാപിതാക്കൾ വിളിച്ചു പറയാണ്, നമ്മുടെ ഭാഗത്ത് ഇന്ന സാധനം കേടുവന്നിട്ടുണ്ട്, അത് ശരിയാക്കട്ടോ എന്ന് പറഞ്ഞാൽ അത് മാറ്റുവാനും അത് തയ്യാറാക്കുവാനും നമുക്കുണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ് പ്രിയപ്പെട്ടവരെ താല്പര്യമുണ്ട്. അതിനേക്കാളൊരു താല്പര്യം അല്ലാഹുവിന്റെ പള്ളിക്ക് നമ്മൾ കൊടുത്താൽ പ്രിയപ്പെട്ടവരെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് നമുക്ക് നൽകുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഈ ബാധ്യതകളിൽ നിങ്ങൾ കൂടി സഹകരിച്ചുകൊണ്ട് ഇതിന്റെ ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കകൾ പടച്ചവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ ഭാര്യമാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നല്ല സമൃദ്ധമായ മഴ നൽകി റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ജലാശയങ്ങൾ നീ നിറച്ചു കളയണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ റബ്ബേ നിന്നിലേക്ക് തേടുവാനും നിന്നിലേക്ക് അഭയം തേടി നിന്നിലേക്ക് പ്രാർത്ഥിക്കുവാനുമുള്ള നല്ല മനസ്സ് നൽകി റബ്ബേ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഈ പള്ളിയും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിലേക്കുമായി ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള സുബഹകൾ നൽകുന്നുണ്ട് നാഥ. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അവരുടെ സമ്പത്തിൽ നീ അഭിവൃദ്ധി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم صيبا نافعا، اللهم صيبا نافعا، اللهم صيبا نافعا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.